മോട്ടോമിത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു റിവ്യൂ ചെയ്യുന്നത് 2014 മോഡൽ എയ്ഷർ 1080 ടിപ്പറിൻ്റെയാണ്. ഏകദേശം ഒരു 2 ലക്ഷത്തോളം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു 2014 മോഡൽ വണ്ടിയാണിത്. പാലക്കാട് ജില്ലയിലെ മാത്തൂരിലുള്ള കിരണിൻ്റെതാണ് ഈ ഒരു ടിപ്പർ. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് നിർമ്മാണ മേഖല ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. നിർമ്മാണ മേഖലയിലെ അവിഭാജ്യ ഘടകമാണ് ടിപ്പർ സർവീസുകൾ. ഒരു കാലത്ത് ബിൽഡിംഗ് മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കാലം കണ്ടിട്ടുള്ള ടിപ്പറാണ് ഈ എയ്ഷറിൻ്റെ ഒക്കെ ടിപ്പർ. എന്നാൽ ഇന്ന് അതെല്ലാം കുറച്ചും കൂടി വലിയ ടിപ്പറുകൾക്ക് വേണ്ടി വഴിമാറിയിട്ടുണ്ട്. ടോറസ് പോലെയുള്ള മറ്റു ടിപ്പറുകൾക്ക് വേണ്ടിയിട്ട് വഴിമാറിയിട്ടുണ്ട്. എന്നാൽ ഇത്തരം ചെറിയ ടിപ്പർ ഉണ്ടായിരുന്ന സമയത്ത് SMLൻ്റെയും മഹീന്ദ്രയുടെയോ ലൈലൻഡിൻ്റെയും ടാറ്റയുടെ ഒക്കെ ടിപ്പറുകൾ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വില കിട്ടിയിട്ടുള്ള ഒരു മോഡലായിരുന്നു എയ്ഷറിൻ്റെ 1080 ടിപ്പർ. എയ്ഷർ 1080 ടിപ്പറിന് മറ്റു ടിപ്പർ സെഗ്മെന്റുകളെ പോലെ തന്നെ എയർ ബ്രേക്ക് സിസ്റ്റം തന്നെയാണ് വരുന്നത്. അതുപോലെ എയ്ഷറിന്റെ ടിപ്പർ ഉപയോഗിക്കുന്ന കുറച്ച് പേരോട് നമ്മൾ അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, മെയിൻ്റെനൻസ് കോസ്റ്റ് ഭയങ്കര കുറവാണ് എയ്ഷറിന്റെ ടിപ്പറുകൾ എന്നാണ് പറഞ്ഞത്. അതായത് ഈ 1080 XP അതുപോലെ തന്നെ പ്രോ സീരീസുകളിലൊക്കെ വരുന്ന വേരിയന്റുകളിൽ വരുന്ന വണ്ടികൾ മെയിൻ്റെനൻസ് കോസ്റ്റ് ഭയങ്കര കുറവാണ് എന്നൊരു അഭിപ്രായം അവർ പറഞ്ഞു. ആക്സിൽ കംപ്ലൈൻറ്റുകൾ വളരെ കുറവാണ്. ക്ലച്ചിൻ്റെ കംപ്ലൈൻറ്റും വളരെ കുറവാണ്. അതുപോലെ തന്നെ ഒരു ചെളിയിലേക്കൊക്കെ വണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കയറി വരും എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. SMLൻ്റെ ടിപ്പറുകൾക്ക് അത് ഒരിത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നും കൂടി അവർ പറയുന്നുണ്ട്. ഒരു ചളിയിലൊക്കെ കുടുങ്ങിക്കഴിഞ്ഞാൽ വളരെ അനായാസം ടിപ്പർ കയറി പോന്നോളും എന്നാണ് എല്ലാവരുടെയും അഭിപ്രായം. 1080 XP എല്ലാം ഒരു കേബിൾ ടൈപ്പ് ടിപ്പറുകളായിരുന്നു, സെൻസർ ടൈപ്പ് ആയിരുന്നില്ല എന്നതും കൂടി ഒരു പ്രത്യേകതയാണ്. XPയുടെ കാര്യം ചോദിച്ചപ്പോൾ ഒരുപാട് പേര് പറഞ്ഞത് ഹൗസിങ്ങിന് നല്ലപോലെ പണി കിട്ടിയിരുന്നു എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. കുറെ പേർക്ക് ആക്സിൽ പ്രശ്നമില്ല, ഉഷാറാണ്, ഓക്കെയാണ്, കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കാൻ സുഖമാണെന്നൊക്കെ പറയുമ്പോഴും ഹൗസിങ്ങിന്റെ ഭാഗം പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, കംപ്ലൈന്റ് കൂടുതലുണ്ടായിരുന്നു എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും യൂസ്ഡ് മാർക്കറ്റില് എയ്ഷർ 1080 നല്ല മാർക്കറ്റ് റേറ്റ് തന്നെയാണ്. അതായത് ഒരു 2014 ഇപ്പൊ ഈ കാണുന്ന 2014 1080 XPയുടെ ഒക്കെ ഒരു വില നിലവാരം നോക്കിക്കഴിഞ്ഞാൽ യൂസ്ഡ് മാർക്കറ്റിൽ ഇപ്പോഴും ചോദിക്കുന്ന ഒരു വില 9.5 ലക്ഷം മുതൽ 10 ലക്ഷം വരെയൊക്കെയാണ്. അപ്പോൾ മാർക്കറ്റ് റേറ്റിന്റെ കാര്യത്തിൽ ഇപ്പോഴും ഒട്ടും പുറകോട്ടല്ല എയ്ഷറിന്റെ ടിപ്പറുകൾ. ഈ മീറ്റർ കൺസോളിൽ കാണിക്കുന്ന ഈ ചെറിയ 2 ഭാഗങ്ങളാണ് എയർ ബ്രേക്കിന്റെ കപ്പാസിറ്റി കാണിക്കുന്നത്. എയർ ബ്രേക്കിന്റെ എയർ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം എയർ വേണം എന്നുള്ള ഭാഗങ്ങളൊക്കെ കാണിക്കുന്നത് ഈ 2 ചെറിയ ഭാഗത്താണ്, ചെറിയ മീറ്റർ കൺസോളിലാണ്. ഈ എയ്ഷർ ടിപ്പറിനെയും SML ടിപ്പറിനെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എയ്ഷർ ടിപ്പറിന് കുറച്ച് വലിയ കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൈലേജിന്റെ ചെറിയ ഷോർട്ടും ഉണ്ട്. പക്ഷെ പലർക്കും SML ടിപ്പർ ആയിരിക്കും കൂടുതൽ താല്പര്യം ഉള്ള ഏരിയകൾ ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ചെറിയ ഓട്ടങ്ങൾക്കൊക്കെ, അധികം കയറ്റങ്ങളൊന്നും ഇല്ലാത്ത ഓട്ടങ്ങൾക്കൊക്കെ ഉള്ളവർക്കൊക്കെ SML ടിപ്പറിനോടായിരിക്കും താല്പര്യം ഉണ്ടായിരുന്നുണ്ടാവുക. എന്നാൽ കുറച്ച് കോറിക്കകത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് കയറ്റങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലുള്ളവർക്ക് എയ്ഷറിനോടാണ് കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നത്. എയ്ഷർ ടിപ്പറിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ വണ്ടികൾക്ക് ഒരുപാട് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. എന്നാൽ ഒരു 2014 കൂടിയിട്ട് ഒരുപാട് കംപ്ലൈൻറ്റുകളെല്ലാം കുറച്ച് നല്ല ബെറ്റർ ആയിട്ടുള്ള ടിപ്പറുകൾ ഇറങ്ങി. അത് തന്നെ മാർക്കറ്റിൽ ഏറ്റവും നല്ല വില കിട്ടാനും തുടങ്ങി. ഇപ്പോൾ ഒരു യൂസ്ഡ് 1.5 യൂണിറ്റ് ടിപ്പർ എടുക്കാൻ വേണ്ടി SMLൻ്റെ ഒരു ടിപ്പറും എയ്ഷറിൻ്റെ ടിപ്പറും നോക്കുകയാണെങ്കിൽ എയ്ഷറിൻ്റെ ടിപ്പറിനായിരുന്നു അന്ന് വില കൂടുതലുണ്ടായിരുന്നത്. പുതിയ വണ്ടിക്കും അതെ, യൂസ്ഡ് എടുക്കുമ്പോഴും അതെ, അതങ്ങനെ തന്നെയായിരുന്നു. ടിപ്പറുകളെ കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻ്റായിട്ട് ഇടണം. അതുപോലെ തന്നെ നിങ്ങളുടെ ടിപ്പർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം.